നമ്മളത്തെ എല്ലാവരും പറയൂല്ലേ, എടാ നീ അത്ര ഒച്ചയിലൊന്നും വെച്ച് ഫോണിൽ കൂടെ പാട്ട് കേൾക്കല്ലേ, എല്ലാവരും പറയല്ലേ. പക്ഷെ എത്ര ഒച്ചയാണ് ഒരുപാട് ഒച്ച? ഹൗ ലൗഡ് ഈസ് ടു ലൗഡ്? നമ്മൾ എത്ര ഒച്ചത്തിൽ മൊബൈലിൽ പാട്ട്, അല്ലെങ്കിൽ എത്ര ഒച്ചത്തിൽ ഞാൻ പാട്ട് കേട്ടാലാണ് എനിക്കത് സേഫ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്? അക്കോർഡിംഗ് ടു നിയോഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒക്കുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത്, അതൊരു US ഏജൻസിയാണ്. അപ്പോൾ അവർ റെക്കമെൻഡ് ചെയ്യുന്നത്, അവർ പറയുന്നത്, എടാ മോനെ, നീ 85 ഡെസിബലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സൗണ്ട് 8 മണിക്കൂറിൽ കൂടുതൽ കേൾക്കുകയാണെങ്കിൽ നിനക്കത് കാരണം ഒരു അകത്തെ ചെവിയുടെ ഹെയർ സെൽസ് ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരാം എന്നുള്ളതാണ്. ആ 85-ൽ നിന്ന് ഓരോ 3 ഡെസിബൽ കൂടും തോറും നമ്മുടെ ലിസണിങ് ടൈം പാതിയായിട്ട് കുറയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോണിൽ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മളൊരു ഫുൾ വോളിയം വയ്ക്കുമ്പോൾ ഫോണിൻ്റെയൊക്കെ ഒരു വോളിയം ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 100 മുതൽ 110 ഡെസിബൽ വരെയൊക്കെയാണ് ഫോണിലെ മാക്സിമം വോളിയത്തിൻ്റെ ലൗഡ്നെസ് വരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനാണെങ്കിലും ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്യാറില്ല. നമ്മളിപ്പോൾ ഒരു KSRTCയിലൊക്കെ ഒരു ലോങ് യാത്രയൊക്കെ പോവുകയാണ്. ഇപ്പം ഇവിടെ നിന്ന് ഞാൻ എറണാകുളം 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെയാണ് ഇരിക്കുന്നത്. എപ്പോഴും സൈഡ് സീറ്റിലായിരിക്കും ഇരിക്കാൻ നോക്കുന്നത്. അപ്പോൾ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ ഇയർഫോൺ വെച്ച് പാട്ട് കേൾക്കും. അപ്പോൾ മാക്സിമം എപ്പോഴും വോളിയം മാക്സിമത്തിലായിരിക്കും ഇടുന്നത്. കാരണം സൈഡ് സീറ്റിലായതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ പാട്ട് കേൾക്കാൻ പറ്റില്ല, വോളിയം കൂട്ടും. അപ്പോൾ അത് വെച്ച് എന്നെ കേട്ട് ഉറങ്ങി അവിടെ എത്തുമ്പോൾ ഒരു 4-5 മണിക്കൂർ കഴിയും. അപ്പോൾ ഫോണിൻ്റെ മാക്സിമം വോളിയം നമ്മളൊരു 100 ഡെസിബൽ ആണെന്ന് തന്നെ വയ്ക്കാം. 100 ഡെസിബൽ സൗണ്ട് നമ്മൾ ആ ഒരു 4-5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. 100 ഡെസിബൽ ആകുമ്പോൾ അതൊരിക്കലും ഒരു 15 മിനിറ്റിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പാടില്ല. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഹെയർ സെൽസിന് ഡാമേജ് സംഭവിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ആ ചോദിച്ച ചോദ്യം, എത്ര ഒച്ചത്തിൽ വെച്ചാലാണ് സേഫ് എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ലൗഡ്നെസ്, ഇറ്റ്സ് അബൌട്ട് ദി ഡ്യൂറേഷൻ. നമ്മൾ ആ സൗണ്ട് എത്ര നേരം കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഞാൻ സാധാരണ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു 60-60 റൂളാണ്. നമ്മുടെ ഫോണിൻ്റെ വോളിയം 60% മാത്രം വയ്ക്കുക. ആ ഒരു 60% വോളിയം 60 മിനിറ്റ് എന്നുള്ളൊരു സമയത്തേക്ക് മാത്രം കേൾക്കുക. വീണ്ടും ബ്രേക്ക് എടുത്തിട്ട് വൈബ് ആസ്വദിക്കാം. സോ നെക്സ്റ്റ് ടൈം ടേൺ ഡൗൺ എ ലിറ്റിൽ. ട്രസ്റ്റ് മീ, നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫ് നിങ്ങളോട് താങ്ക് യു പറയും. സോ യെസ്, ഞാൻ ഓഡിയോളജിസ്റ്റ് നിഖിൽ. ഹിയറിംഗ് അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് റിലേറ്റഡ് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഓക്കെ, ബൈ.